എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലേ ആണ്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. കുക്കിംഗ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കോൺഫ്ലവർ ആണ്. 1 സ്പൂണാണ് കോൺഫ്ലവർ എടുക്കുന്നത്. അപ്പം അതേ സ്പൂണിൽ അതേ അളവിൽ തന്നെ നമ്മൾ ഗ്ലൂ ആണ് മിക്സ് ചെയ്യേണ്ടത്. വൈറ്റ് ഗ്ലൂ ആണ് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ ആ ഒരു സ്പൂണ് തന്നെ ഓയിൽ എടുക്കണം. അപ്പം ഓയിൽ ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് കിട്ടുക. ഇനി നമ്മൾ 1 സ്പൂണും കൂടെ കോൺഫ്ലവർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഷ്യോ. അതായത് 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ വൈറ്റ് ഗ്ലൂ, അതുപോലെ 1 സ്പൂൺ ഓയിൽ. ഈ 3 എണ്ണം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എനിക്കിപ്പം ഈ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ ഇങ്ങനെ ഒന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുമ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് കുറച്ചിങ്ങനെ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ കിട്ടുന്നുണ്ട്. വൈറ്റ് ക്ലേ ആണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ മാക്സിമം മതിയാവും. അപ്പം തന്നെ ഉണങ്ങുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ, നെക്സ്റ്റ് വീഡിയോയിൽ ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടോ, നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ക്ലേ ആണ് കിട്ടുന്നത്. പിന്നെ ഇതിനി നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്, പെട്ടെന്ന് ഹാർഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലേ ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.